മീനിന്റെ കുത്തേറ്റ് ബാക്ടീരിയ ബാധ. യുവ കർഷകന്റെ കൈപ്പത്തി മുറിച്ചു. ചെളി, ചാണകം എന്നിവയിൽ കാണുന്ന ക്ലോസ്ട്രീഡിയ എന്ന ബാക്ടീരിയയാണ് വില്ലനായത്. എന്താ അച്ഛാ ഇയാൾക്ക് സംഭവിച്ചത്? അതേ, ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഒരു പ്രധാന പ്രശ്നം എന്താ അറിയോ? ഇങ്ങനെ എന്തെങ്കിലും മുറിവൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ആൾക്കാരെന്ത് ചെയ്യും? അപ്പം അത് കാര്യമാക്കില്ല. അത് ശരിക്കും ചെയ്യേണ്ടത് ക്ലീനിങ്ങും ഇതൊക്കെയാണ്. ഇയാളിപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പോയി ഇഞ്ചക്ഷൻ എടുത്തു എന്നൊക്കെയാണ് പറയണത്. പിറ്റേ ദിവസം പോയി ഇഞ്ചക്ഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ ടി ടി എടുത്തിട്ടുണ്ടാവും. ആൾക്കാരുടെ വിചാരം ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ ടി ടി എടുത്താൽ മതി, ഇൻഫെക്ഷൻ വരില്ല എന്ന്. ടി ടി എടുക്കുന്നതും ഇൻഫെക്ഷനായിട്ട് ഒരു ബന്ധവുമില്ല. ടി ടി എന്ന് പറഞ്ഞാൽ ടെറ്റനസ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻഫെക്ഷൻ ഉണ്ട്. ആ ടെറ്റനസ് വരാതിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അതല്ലാതെ ബാക്കിയുള്ള ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കില്ല. ഈ പറഞ്ഞ ക്ലോസ്ട്രീഡിയ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ചുറ്റുമുള്ള ബാക്ടീരിയയാണ്. എല്ലാവിടെയും ഉണ്ട്. എവിടെയെങ്കിലും തുടർന്ന സ്ഥലത്തൊക്കെ ഈ പച്ചക്കറിയൊക്കെ കേടുവന്ന പച്ചക്കറി, ഇങ്ങനത്തെ സാധനങ്ങളിലൊക്കെ ഡീക്കേയിങ് മാറ്റർ, ഇപ്പോൾ ഈ ചാണകം എന്നൊക്കെ പറഞ്ഞില്ലേ, ചളി, ചാണകത്തിൽ എല്ലാവിടെയും ഉണ്ട്. ഇതിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല, ബാക്ടീരിയ നശിപ്പിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ ആദ്യം നന്നായി വെള്ളത്തിൽ സോപ്പിട്ട് കഴുകണം. അല്ലാതെ പിന്നെ അതിന് മുകളിൽ ചളി പറ്റിയിട്ടുണ്ടാവും ഈ മുറിഞ്ഞിട്ട്. പിന്നെ ചിലപ്പോൾ അയാൾക്ക് ഷുഗർ ഉണ്ടാവും, വേറെ എന്തെങ്കിലും കണ്ടീഷനൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഉള്ള സമയത്ത് വരുന്ന ഒരു സംഭവമാണ് ഗ്യാസ് ഗാംഗ്രീൻ എന്ന് പറയുക. ഉള്ളിലേക്ക് ഇങ്ങനെ പഴുപ്പ് കയറും. എന്നിട്ടിങ്ങനെ സ്കിന്നിൻ്റെ ഇവിടേക്ക് ക്ലോസ്ട്രീഡിയ പെർഫ്രിഞ്ചൻസ് എന്നാണ് ഇതിൻ്റെ ശരിക്കും ഫുൾ പേര്. എന്ന് പറഞ്ഞാൽ അതിങ്ങനെ പെർഫ്രിഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ടിഷ്യൂസിൻ്റെ ഉള്ളിൽ കൂടെ, അതായത് സ്കിന്നിൻ്റെയും അതുപോലെ മസിലിൻ്റെയൊക്കെ ഉള്ളിൽ കൂടെ ഇങ്ങനെ തുരന്ന് കയറും. ഒരു ടോക്സിനാണ്. ആ ടോക്സിൻ വെച്ച് ഇങ്ങനെ തുരന്ന് ഉള്ളിലേക്ക് കയറും. മുകളിലേക്ക് സ്പ്രെഡ് ചെയ്യും ഫാസ്റ്റായിട്ട്. ഗ്യാസും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു ഗ്യാസ് പോലെ സാധനം വരും. ഈ ബാക്ടീരിയയെ നശിപ്പിച്ച് ഗ്യാസ് ഉണ്ടാക്കും. അതിന് പൊള്ളങ്ങളിങ്ങനെ കുമിളയായിട്ട് വരും. എന്നിട്ട് ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യും. കിഡ്നി പോവും, ഹാർട്ട് പോവും. ഭയങ്കര ഫാസ്റ്റായിട്ട് ഇത് സ്പ്രെഡ് ചെയ്യും. ആൾ മരിച്ചു പോകും കുറച്ച് കഴിഞ്ഞാൽ. ഒരു 1-2 ദിവസം, നമുക്ക് അധികം സമയമൊന്നും കിട്ടില്ല. അപ്പോൾ അയാളുടെ കൈ മുറിച്ച് കളഞ്ഞിട്ട് അയാളെ രക്ഷിച്ചതാണ്. ആ ഭാഗത്ത് വെച്ച് തടയാൻ വേണ്ടിയിട്ട്. ഏതുവരെയാണ് ഇൻഫെക്ഷൻ ഉള്ളത് ആ ഭാഗം കട്ട് ചെയ്ത് കളയേ വഴിയുള്ളൂ. അല്ലെങ്കിൽ ആൾ മരിക്കും. ഇതിപ്പോൾ അയാളുടെ കൈ പോയി, പക്ഷേ എന്നാലും ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ കൈ കളഞ്ഞത്. ശരിക്കും നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ വരാതിരിക്കണമെങ്കിൽ ആ നന്നായിട്ട് സോപ്പിട്ട് കഴുകണം എവിടെയെങ്കിലും മുറിഞ്ഞ് കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് നമ്മൾ പുറത്തുനിന്നൊക്കെ മുറിയിടുന്നുണ്ടെങ്കിലേ, ഈ ചെളിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തു നിന്നൊക്കെ എന്തെങ്കിലും മുറിവുണ്ടാവണമെങ്കിൽ നന്നായി സോപ്പിട്ട് കഴുകിയിട്ട് പിന്നെ ആ മുറി ഉള്ളിലേക്കൊന്ന് കയറാതെ നോക്കണം. മനസ്സിലായി?